ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു 4-4:30 ആയപ്പോഴത്തേക്കാണ് മോർണിംഗിൽ. അപ്പോൾ എനിക്ക് കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. മോള് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എൻ്റെ ഉറക്കം ഇടയ്ക്ക് വെച്ച് പോയി. അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കെമിസ്ട്രിയാണ് കേട്ടോ. കെമിസ്ട്രി നല്ലപോലെ നമ്മളെ വട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റ് ഇതുപോലെയൊക്കെ തന്നെയാണെന്നുള്ള കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് നോട്ട്സ് എഴുതിയിട്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് കേട്ടോ. പക്ഷേ നമുക്ക് റാങ്ക് ഫയൽ തീരെ ഒഴിവാക്കാതിരിക്കാനും പറ്റില്ല. കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളും നോട്ട്സ് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ല കൺഫ്യൂഷൻസ് ഉള്ളത് മാത്രം ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ നോട്ട്സ് എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വരട്ടെ, എന്നിട്ട് നോട്ട്സ് ചെയ്താന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഴയ കുറച്ച് ക്ലാസ്സുകളെല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു തൃപ്തി തോന്നിയില്ല. അപ്പോൾ ഇനി പുതിയ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ തൽക്കാലം ഞാൻ കെമിസ്ട്രീൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കുവാണ് കേട്ടോ. SCRT ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ഈ ഒരു കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SCRT നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ് മുതൽ ഒരു 8ാം ക്ലാസ് വരെയുള്ള SCRT കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 9ാം ക്ലാസ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9ഉം 10ഉം കൂടെ മാത്രമേ ഉള്ളൂ എനിക്കിനി SCRT കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് വരുന്ന ദിവസങ്ങളിൽ ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പതിയെ ക്ലാസ് എല്ലാം കണ്ട് നോട്ട്സ് എഴുതിയിട്ട് അങ്ങനെ പോകാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കെമിസ്ട്രിയുടെ കാര്യത്തിൽ മാത്രം ഞാനിങ്ങനെ ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ടൈം ഷെഡ്യൂൾ കറക്റ്റ് അതുപോലെ ഫോളോ ചെയ്യാനൊന്നും സാധിച്ചില്ല. ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കെമിസ്ട്രിയും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് മാക്സിമം ഇന്ന് തീർക്കാനുള്ളത് തീർത്തിട്ട് പിന്നെ നാളെ മുതൽ വേറെ സബ്ജക്റ്റ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം നമ്മൾ ഈ ഒരു ഇതിനാകെ 3 മാർക്കാണുള്ളത്. 3 മാർക്കെന്ന് പറഞ്ഞിട്ട് നമുക്കതൊരിക്കലും നിസ്സാരമായിട്ട് പറയാനും പറ്റില്ല. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ സമയം കൂടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമായി പോകും ഈ സമയം എന്ന് പറയുന്നത്. പിന്നെ റാങ്ക് ഫയലാണ് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുമായിരുന്നു. പക്ഷേ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ ഒന്ന് വായിച്ചു വിടാൻ മാത്രമേ പറ്റുള്ളൂ. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ലക്ഷ്യയുടെ റാങ്ക് ഫയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കെമിസ്ട്രി പാർട്ട് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്തോ ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഉറപ്പായിട്ടും നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ക്ലാസ്സുകൾ കാണാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ വിഷയത്തിനും നമ്മൾ ക്ലാസ്സുകൾ കാണാറൊന്നുമില്ല. ഇതുപോലെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ക്ലാസ്സുകൾ കണ്ടിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് റാങ്ക് ഫയൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ലക്ഷ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കടുപ്പമുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ടാലൻറ്റ് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇതുവരെ തോന്നിയിട്ടില്ല. അതുപോലെ ടാലൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോയിൻറ്റ്സ് കൂടുതലാണ്. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള പോയിൻറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ 2 റാങ്ക് ഫയലിൻ്റെയും കാര്യം. അപ്പോൾ ഏത് റാങ്ക് ഫയലാണ് വാങ്ങിക്കേണ്ടതെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യുക. പിന്നെ ഏത് റാങ്ക് ഫയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ഫയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ലൊരു റാങ്ക് നേടാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്ലാനിങ്ങോടെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവസരം നല്ല പണി കിട്ടും. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിനെല്ലാം നമ്മളൊരു റെഫറൻസ് മെറ്റീരിയലായിട്ട് മാത്രം നോക്കുക. അതുപോലെ ഡീപ്പായിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം അതിൽ നോക്കിയിട്ട് പഠിക്കാം. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ റാങ്ക് ഫയലൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം വലിയ റാങ്ക് ഫയലാണ്. എല്ലാവരും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ മാക്സിമം നിങ്ങൾ SCRT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു റാങ്ക് ഫയലൊക്കെ നോക്കുക കേട്ടോ. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ പഠിച്ചു വയ്ക്കും. അതൊന്നും നമുക്ക് എക്സാമിന് ഒരിക്കലും യൂസ്ഫുൾ ആവാത്തതായിരിക്കും. ഈ ഒരു റാങ്ക് ഫയൽ വായിക്കുമ്പോൾ തന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സെലക്റ്റീവ് സ്റ്റഡി നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് തേടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോച്ചിങ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഗൈഡൻസിൽ നിങ്ങൾക്ക് അതുപോലെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ. പിന്നെ എവിടെയൊക്കെ പോയി നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും കൂടെ നമ്മളതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മളും കൂടെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാര്യം ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും എഴുതും. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ച് എക്സാം എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടില്ല. അപ്പോൾ ഇതുവരെ എന്ത് ചോദിച്ചു എന്നുള്ളതല്ല, ഇനി എന്ത് ചോദിക്കാൻ പോകുന്നു അതിൻ്റെ അപ്പുറവും കയറി നമ്മൾ പഠിക്കണം.
അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കറക്റ്റ് പ്ലാനിങ്ങിലൂടെ പോയാൽ മാത്രമേ ഈ ഒരു എക്സാം നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ അങ്ങനെ ഒരു 6:30 വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. പിന്നെ നേരം വെളുത്തതിന് ശേഷം പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇതെവിടെ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കണ്ടോ മോള്. നമ്മൾ എത്രയൊക്കെ നേരാക്കി വെച്ചാലും അവസാനം ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അവളുടെ കളിയെല്ലാം കഴിഞ്ഞ് അവളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ ഉറങ്ങിയത്. അപ്പോൾ ആ ഒരു സമയം ഞാൻ പിന്നെ ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കാനാണ് ഈ ഒരു സമയത്ത് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അതിന് പറ്റാറില്ല. പിന്നെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്ന ദിവസങ്ങൾ സെപ്പറേറ്റ് ബുക്ക് എടുത്ത് ആ സബ്ജക്റ്റുകൾ പിന്നെ പഠിക്കാറില്ല. അത് ഇതിൽ തന്നെ അതെല്ലാം വരുന്നതാണല്ലോ. നമ്മൾക്കതൊരു റിവിഷൻ പോലെ ആയിപ്പോയിക്കോളും ചെയ്യും. പിന്നെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നോ അത്രയും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നെഗറ്റീവൊക്കെ വരും. തെറ്റിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ തെറ്റിയതെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോളൊക്കെ എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉച്ച സമയമാണല്ലോ. പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മോൾ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഉച്ചയായത് കാരണം കൊണ്ട് നമ്മൾ അത്രയും പ്രൊഡക്റ്റീവായിട്ടും അല്ല ഇരിക്കുന്നത്. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് മാക്സിമം പഠിക്കാറൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ എന്തെങ്കിലും കാണുക, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുവാണ് കേട്ടോ. PSC ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വളരെ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്പാണ്. കഴിഞ്ഞ LDക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും പറയേണ്ട, നമ്മളുടെ ആപ്പിനെ പറ്റിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂ ഇടാവോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ LDക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ഫ്രീ ആപ്പാണ്. ഇത് ഫുൾ ഫ്രീ ആണെന്നല്ല കേട്ടോ. കാരണം നമ്മളിത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ 1000 ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഗെയിമിംഗ് പോലെയാണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു ഒപ്പണൻറ്റ് വരും. അത് നമുക്ക് ആരാന്നൊന്നും അറിയില്ല. അപ്പോൾ അവരെ കൂടെ നമുക്ക് മത്സരിച്ച് കളിച്ച് പഠിച്ച് അറിവ് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല അഡിക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിതിൽ നല്ല അഡിക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമ്മളുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഓർമ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം റിവിഷൻ്റെ ഒരു മേജർ പോർഷൻ ആ ഒരു രീതിയിൽ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതാണ് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരാളടുത്ത് മാത്രമല്ല, നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ബാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഡെയിലി സ്ലോട്ട് ഓഫ് കറണ്ട് അഫയേഴ്സ് തരുന്നുണ്ട്. ആ ദിവസം തന്നെ അതിൻ്റെ റിവിഷൻ എക്സാംസും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു PSC ഗെയിമിംഗ് ആപ്പ് ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ആസ്പിറൻസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. കാരണം നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കുറേ നേരം ഇരുന്ന് പോകും, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പതിയെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും കേട്ടോ. ഇത് കണ്ടോ എൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. 1000 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് അവർ വീണ്ടും ഇത് അൺലോക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ മോക്ക് ടെസ്റ്റുകളെല്ലാം ഫ്രീ ആണ് കേട്ടോ. എക്സാംസുകൾ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരു 80% പേരും ബിഗിനേഴ്സാണ്. അവർക്ക് സിലബസ് എങ്ങനെയാണ് കിട്ടുക, എക്സാമുകൾ എങ്ങനെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എവിടെയാണ് കിട്ടുക, എങ്ങനെയാണ് ടോപ്പിക് വൈസ് എക്സാമുകൾ കിട്ടുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് അതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൽ പെയ്ഡ് കോഴ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. LDC, LGS, LSGS അങ്ങനെ പല കോഴ്സുകളും ഇതിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. നല്ല ക്ലാസ്സുകളാണ്, ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. ഡീപ്പ് കോൺസെപ്റ്റ് ക്ലാസ്സുകളാണ്, നല്ല ഫാക്കൽറ്റീസാണ്. പിന്നെ SCRT മാത്രമല്ല, NCERTയുടെ ക്ലാസ്സുകൾ, നോട്ട്സുകൾ എല്ലാം ഇതിലുണ്ട്. പിന്നെ ഇതിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള, സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ അതിലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റിവിഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും ബുക്ക് എടുത്തിട്ട് വായിക്കുന്നതിനേക്കാളും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള റിവിഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് നിങ്ങൾക്കും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണേ.
അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ജ്യൂസ് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ലിച്ചിയുടെ ഫ്ലേവറിലുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലിത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കാരണം കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കുടിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ നൈറ്റിൽ എനിക്ക് മാത്രം എപ്പോഴും ഞാൻ ദോശയുണ്ട് എല്ലാ ദിവസവും കഴിക്കുന്നത്. കാരണം എനിക്ക് തീരെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഗ്യാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോറ് എനിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് മാത്രം കുറച്ച് കഴിക്കും. പൊതുവേ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയൊക്കെയാണ്. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മോളെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പഠിക്കാൻ വന്നിരുന്നത്. ഏകദേശം ഒരു 9-10 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു. അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണമില്ലാതെ നമുക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. മൂഡ് സ്വിങ്സ് ആണ് എല്ലാം. നമ്മൾ ഈ ലൈഫ് തന്നെ ഒന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തകൾ വരാറുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചിന്തകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ആ ദിവസം പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അൺപ്രൊഡക്റ്റീവ് ദിവസമായിട്ട് അത് മാറിപ്പോകും. കാരണം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മൾ ആയിത്തീരുന്നത്. നമ്മൾ നെഗറ്റീവാണ് ഫുൾ ടൈം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം നെഗറ്റീവ് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾക്ക് സ്വയം മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റി ചിന്തിക്കുക. ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു, ലിവ് ഇറ്റ്. ഇനിയുള്ള ഓരോ ദിവസവും പാഴാക്കാതെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിൽ എത്താൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നിർത്തുക. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ അതൊരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് വളർത്താനിടയാക്കും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളിൽ നിന്നും മാറി നിൽക്കുക. നിങ്ങളെ തന്നെ അഭിമാനത്തോടെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സും പോസിറ്റീവാകും, നമ്മുടെ ചുറ്റുപാടുകളും പോസിറ്റീവാകും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ നാസൽ ഡ്രോപ്സ് യൂസ് ചെയ്യുവാണ്. ഇപ്പോൾ ഫുൾ പൗച്ചിലാണെന്നുണ്ടെങ്കിലും നാസൽ ഡ്രോപ്സ്, വിക്സ്, ലിപ് ബാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം തന്നെ 3ാമത്തെ പ്രാവശ്യം എന്ന് തോന്നുന്നു. കാലാവസ്ഥയുടെ ഇതുപോലുള്ള ചേഞ്ചസ് എന്നെ നല്ലപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ഫാനില്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാതിരുന്ന് തീരെ ഉറക്കം വരില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.